നമസ്കാരം. പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2025 കാർത്തിക നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മേടം, ഇടവം രാശികളിലായി കാണപ്പെടുന്ന കാർത്തിക നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ടതാണ്. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം ആടും, വൃക്ഷം അത്തിയും, പക്ഷി പുള്ളുമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം മേടം രാശിയിലും ബാക്കി 3 പാദങ്ങൾ ഇടവം രാശിയിലുമാണ് കാണപ്പെടുന്നത്. കൂറുകളുടെ വ്യത്യാസമനുസരിച്ച് ഈ നാളുകാരുടെ സ്വഭാവ രീതികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മേടം രാശിയിൽപ്പെടുന്ന കാർത്തിക നക്ഷത്രക്കാരിൽ ചൊവ്വയുടെയും സൂര്യൻ്റെയും സ്വാധീനം കൂടുതലായി കാണപ്പെടുന്നു. ഇവർ നല്ല ഇച്ഛാശക്തിയുള്ളവരും കർമ്മനിരതരും എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നവരുമാണ്. എന്നാൽ ഇടവം രാശിക്കാർ സഹനശക്തി കുറഞ്ഞവരും കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറല്ലാത്തവരുമായിരിക്കും. ഇവർ നല്ല സൗന്ദര്യബോധമുള്ളവരും ആഡംബരപ്രിയരുമാണ്. എല്ലാവരോടും നന്നായി പെരുമാറുന്നവരും സംഗീത നൃത്ത കലകളിൽ താല്പര്യമുള്ളവരും വിട്ടുവീഴ്ച മനോഭാവമുള്ളവരും ആരെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഇഷ്ടപ്പെടാത്തവരും കടുത്ത ദുരഭിമാനികളുമാണ് കാർത്തിക നാളുകാർ. ഇനി 2025 ഇവരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നോക്കാം. പൊതുവെ കാർത്തിക നാളുകാർക്ക് മികച്ച ഫലങ്ങളാണ് 2025 അനുഭവവേദ്യമാകുന്നത്. മനസ്സിലുദ്ദേശിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് സാധിക്കും. പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു. ഇവർക്ക് മികച്ച പരീക്ഷാ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. വർഷത്തിൻ്റെ ആരംഭത്തിൽ ഗൃഹനിർമ്മാണം തുടങ്ങിവെക്കുവാൻ സാധിക്കും. ഏറ്റെടുത്ത ജോലികളൊക്കെ കൃത്യമായും കാര്യക്ഷമമായും ചെയ്തു തീർക്കുന്നതാണ്. സ്വഗൃഹം മാറി താമസിക്കേണ്ട സാഹചര്യം വന്നു ചേരും. തൊഴിൽ മേഖലയിൽ പല വെല്ലുവിളികളും ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ്. ബാങ്ക് ലോണുകളും സർക്കാർ സഹായങ്ങളും മറ്റും കാലതാമസം കൂടാതെ പാസ്സായി കിട്ടുന്നതാണ്. സാമ്പത്തിക കടങ്ങൾ വീട്ടുന്നതിന് സാധിക്കും. വാഹനങ്ങളിൽ നിന്നും മറ്റും അപകട സാധ്യത ഉള്ളതിനാൽ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. മാനസികമായ വ്യാകുലതകളും പിരിമുറുക്കങ്ങളുമൊക്കെ വർദ്ധിക്കുന്നതിനാൽ അത് പലപ്പോഴും തൊഴിലിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചിന്തകളും കൂട്ടുകെട്ടുകളുമൊക്കെ ഒഴിവാക്കേണ്ടതാണ്. വർഷാവസാനത്തോടെ കാർത്തിക നാളുകാർക്ക് സാമ്പത്തികമായ ബാധ്യതകളും നഷ്ടങ്ങളും വർദ്ധിച്ചു വരുന്നതാണ്. എതിർപ്പുകളെയൊക്കെ നിഷ്ഫലമാക്കി മുന്നോട്ട് പോകുവാൻ കാർത്തിക നാളുകാർക്ക് ഈ 2025 ഏറെക്കുറെ സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളുമൊക്കെ രമ്യതയിലെത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ അത് കലഹത്തിന് കാരണമായേക്കാം. വേണ്ടത്ര ആലോചനയില്ലാതെ ജാമ്യം നിൽക്കുകയോ മധ്യസ്ഥത വഹിക്കുകയോ അതുപോലെ പ്രധാനപ്പെട്ട രേഖകളിലും മറ്റും ഒപ്പുവെക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സാമ്പത്തികമായ കാരണങ്ങളാൽ ബന്ധുജനങ്ങളുടെ വിരോധം സമ്പാദിക്കേണ്ടതായ അവസ്ഥ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം, നാഡീരോഗങ്ങൾ, കരൾ മൂത്രാശയ സംബന്ധിയായ രോഗങ്ങൾ എന്നിവയ്ക്ക് ചികിത്സ ആവശ്യമായി വരുന്നതാണ്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ശനി, വ്യാഴം എന്നിവയുടെയും അതുകൂടാതെ രാഹുകേതുക്കളുടെയും രാശിമാറ്റം
2025 കാർത്തിക നാളുകാരെയും അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നതാണ്. മേടം രാശിയിൽപ്പെടുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് വർഷാരംഭത്തിൽ 2-ൽ നിൽക്കുന്ന വ്യാഴവും 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും മികച്ച ഫലങ്ങളാണ് നൽകുന്നത്. സാമ്പത്തികപരമായി കലാപരമായി മെച്ചപ്പെടുകയും കൃഷിയിൽ നിന്നുമുള്ള ആദായം വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ വർഷാരംഭത്തിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ സാധ്യമാകുന്നതാണ്. 2-ാം ഭാവമായ ധനഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ മേടക്കൂറുകാരായ കാർത്തിക നാളുകാർക്ക് സാമ്പത്തിക പരാധീനതകൾ കുറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കലാപരമായി ഉയർച്ച ഉണ്ടാകും. വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം ശനി 12-ാം ഭാവത്തിലേക്ക് വരുന്നതും വ്യാഴം 3-ാം ഭാവത്തിലേക്ക് സ്ഥാനം മാറുന്നതും പ്രതികൂല ഫലങ്ങൾക്ക് ഇടയാക്കാമെന്നതിനാൽ മാർച്ച് മാസത്തിന് ശേഷം പുതിയ സംരംഭങ്ങളും എടുത്തു തുടങ്ങുന്നത് അത്ര ഗുണകരമായിരിക്കില്ല. അത് ചിലപ്പോൾ കടുത്ത സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക നാളുകാർക്ക് വർഷം മധ്യത്തിന് ശേഷം ദേവഗുരുവായ വ്യാഴം 2-ാം ഭാവത്തിലേക്ക് വരുന്നത് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ മാർച്ച് മാസം അവസാനം ഇവർക്ക് ശനി ലാഭസ്ഥാനമായ 11-ലേക്കാണ് വരുന്നത്. മികച്ച സ്ഥാനമായ 11-ൽ ശനി സഞ്ചരിക്കുമ്പോൾ ഇടവക്കൂറുകാരായ കാർത്തികക്കാർക്ക് അത് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു. വ്യാപാരം, കൃഷി, കലാമേഖലയിലെ നേട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകും. അതുപോലെ തന്നെ ഗൃഹം, ഭൂമി എന്നിവ സ്വന്തമാക്കുവാനും സാധിക്കും. ഇടവൻ രാശിക്കാരുടെ നാഥനായ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി ഇവർക്ക് ദാമ്പത്യ സുഖവും പ്രണയ സാഫല്യവും വിവാഹവും സാധ്യമാകും. കാർത്തിക നാളുകാർക്ക് ഈ വർഷം പൊതുവെ ചെലവുകൾ വർദ്ധിച്ചു വരുന്നതാണ്. അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളും മറ്റും ഏറി വരും. കാർത്തിക നക്ഷത്രക്കാർ വ്യാഴം, ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കേണ്ടതാണ്. കാർത്തിക, ഉത്രാടം നക്ഷത്ര ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും കാർത്തികയും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ നിഷ്ഠകളോടെ വ്രതാനുഷ്ഠാനം നടത്തുകയും ആദിത്യ പൂജ ചെയ്യേണ്ടതുമാണ്. മേടക്കൂറുകാർ സുബ്രഹ്മണ്യനെയും ഇടവക്കൂറുകാർ മഹാലക്ഷ്മിയെയും പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങളും വഴിപാടുകളും മറ്റും നടത്തണം.